PSLV C-61 വിക്ഷേപണത്തിന് അപ്രതീക്ഷിതമായ തിരിച്ചടി. ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തെ ബഹിരാകാശത്തെത്തിക്കാനായില്ല. രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിന്റെ തുടക്കത്തിലും ദൗത്യം സാധാരണ നിലയിലായിരുന്നു. പെട്ടെന്നാണ് അപ്രതീക്ഷിത പ്രശ്നം നേരിട്ടതെന്നും ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്നും ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞു. The performance was quite normal. Third stage motor started perfectly, but during the functioning of the third stage, we are seeing a observation, and the mission could not be accomplished. After analysis, we shall come back. Thank you. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ശരിയാണ്. ഐസൻ ജോസ്, രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിന്റെ തുടക്കത്തിലും ദൗത്യം സാധാരണ നിലയിലായി. പിന്നീടുള്ള ആ ഒരു ദൗത്യത്തിലാണ് അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ നേരിടേണ്ടി വന്നത്. അത് പരിഹരിച്ചുകൊണ്ട് വീണ്ടും ശക്തിയോടെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ISRO ചെയർമാൻ V. നാരായണൻ പറഞ്ഞത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട അപഗ്രഥനം കൃത്യമായി ISROയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇതിൽ കൂടുതൽ ഒരു വ്യക്തത, ഒരു വിശദീകരണം ലഭ്യമാകും അല്ലേ? തീർച്ചയായും സുരേഷ്, ഇപ്പോൾ ISRO ചെയർമാൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആദ്യഘട്ടം, അതായത് സ്ട്രാപ്പ് മോട്ടോറുകൾ പോകുന്നതും ആദ്യഘട്ടം വിഘടിക്കുന്നതും രണ്ടാം ഘട്ടത്തിൻ്റെ വിഘടനവും മൂന്നാം ഘട്ടത്തിൻ്റെ പ്രവർത്തനവും കൃത്യമായി നടന്നു. മൂന്നാം ഘട്ടത്തിൻ്റെ ആ അവസാന സ്റ്റേജിൽ, മൂന്നാം ഘട്ടം ത്രസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അവസാന സ്റ്റേജിലാണ് ഈ സാങ്കേതികമായ എന്തോ തകരാറുണ്ടാവുകയും ആ മിഷൻ ദൗത്യം പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്ന കൃത്യമായ ഒരു വിശദീകരണമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഏത് ഓൾട്ടിറ്റ്യൂഡിലാണ്, അതായത് ഭൂമിയിൽ നിന്ന് എത്ര അകലത്തിലാണ് ഈ ദൗത്യം പരാജയപ്പെട്ടത്, ഏത് ദൗത്യത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം എന്താ എന്ന വിശദമായ കാര്യങ്ങൾ, അതായത് ചില നിരീക്ഷണങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട് എങ്കിൽ കൂടി അത് കൃത്യമായി പഠന വിധേയമാക്കിയതിന് ശേഷം മാത്രം വിശദീകരിക്കാം എന്നൊരു നിലപാടാണ് ഇപ്പോൾ ISRO ചെയർമാൻ അറിയിച്ചിരിക്കുന്നത്. എന്തു തന്നെയായാലും 101ാമത്തെ വിക്ഷേപണം മൂന്നാം ഘട്ടത്തിൻ്റെ സാങ്കേതിക തകരാറ് മൂലം പരാജയപ്പെട്ടു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അത് വലിയൊരു വെല്ലുവിളിയായി തന്നെ ISRO ഏറ്റെടുക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം കൃത്യമായും വീണ്ടും ലോഞ്ച് നടക്കുമെന്ന് തന്നെയാണ് ISRO ചെയർമാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ ലോഞ്ചിൻ്റെ സാങ്കേതിക തകരാർ വന്നിരിക്കുന്നത് ഏത് രംഗത്താണ്, അതായത് ഇപ്പോൾ ആയിരക്കണക്കിന് സംവിധാനങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഘടകങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണിത്. ഇത് പല രീതിയിലുള്ള ഭൂമിയിൽ നിന്നുള്ള ടെലിമെട്രി നിയന്ത്രണത്തിൻ്റെ സംവിധാനങ്ങളായി തകരാറായിരിക്കാം, അല്ലെങ്കിൽ ത്രസ്റ്റ് മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും തകരാറ് വന്നാൽ അതിൻ്റെ യഥാർത്ഥ ട്രാക്കിലൂടെ ഇത് സഞ്ചരിക്കാത്തൊരു സാഹചര്യം വരും. ട്രാക്ക് മാറിപ്പോവുകയും അല്ലെങ്കിൽ മാറിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിനെ സാധ്യമല്ലാത്ത രീതിയിൽ ചെന്നെത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ നമുക്ക് പ്രാഥമികമായി നിരീക്ഷിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് പ്രാഥമികമായൊരു ഡാറ്റ ലഭ്യമായിട്ടുണ്ട്. ഇനി അത് വിവിധങ്ങളായ ടെലിമെട്രി വിദഗ്ധരും അതുപോലെ തന്നെ ഇതിൻ്റെ സാങ്കേതിക വിദ്യാ വിദഗ്ധരും പ്രൊപ്പൽഷൻ വിദഗ്ധരും വിശദമായ പഠനങ്ങൾ, അതിൻ്റെ ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സ് എല്ലാം തന്നെ നടത്തിയതിന് ശേഷം കൃത്യമായ കാരണം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ കാരണം കണ്ടെത്തിയതിന് ശേഷം ആ നിഗമനം കൃത്യമായും ISRO അറിയിക്കുകയും ചെയ്യും. ആ ISROയുടെ അറിയിപ്പിലൂടെ നമുക്ക് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സൂചനകളനുസരിച്ച് ഈ മൂന്നാം ഘട്ടത്തിൻ്റെ അവസാന സ്റ്റേജിലേക്ക്, അതായത് മൂന്നാം ഘട്ടത്തിൻ്റെ ഏതാണ്ട് ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തുന്നൊരു സാഹചര്യത്തിലാണ് എന്തോ സാങ്കേതിക തകരാർ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അവിടെ വെച്ച് ഇതിൻ്റെ ലോഞ്ചിൽ തകരാർ സംഭവിക്കുകയും ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ രണ്ടാം ഘട്ടം വരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ നിയന്ത്രണം കൃത്യമായി നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ISRO ചെയർമാൻ അറിയിക്കുകയും ചെയ്തത്. എന്ത് തന്നെയായാലും കാത്തിരുന്ന 101ാമത്തെ വിക്ഷേപണം സാങ്കേതിക തകരാർ മൂലം ലക്ഷ്യം കണ്ടെത്താനായില്ല എന്ന് അദ്ദേഹം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. സുരേഷ്, ഔദ്യോഗികമായി ISRO ചെയർമാൻ V. നാരായണൻ അതിലൊരു വിശദീകരണം തന്നിട്ടുണ്ട്. എങ്കിലും വരും മണിക്കൂറിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നതിന് ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ പിഴവുകൾ കൃത്യമായി പഠിച്ച് കൃത്യതയോടുകൂടി അതൊക്കെയും പരിഹരിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ISRO ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നത്. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.